ഹായ് വെൽക്കം ടു മാസ് ലേണിംഗ് ഹബ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് BCOS 184 ഇ-കൊമേഴ്സ് 7th യൂണിറ്റ് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്. വെബ്സൈറ്റ് നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ സുപരിചിതമായ ഒരു കാര്യമാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ് ഡിജിറ്റലൈസ് ചെയ്തതോടുകൂടി ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒന്നാണ് വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വെബ്സൈറ്റ് എന്തൊക്കെ രീതിയിലുള്ള വെബ്സൈറ്റ്സ് നമുക്ക് കണ്ടുവരുന്നുണ്ട്? എഡ്യൂക്കേഷൻ വെബ്സൈറ്റ്സ് ഉണ്ട്, ന്യൂസ് വെബ്സൈറ്റ്സ് ഉണ്ട്, കൊമേഴ്സ് വെബ്സൈറ്റ്സ് ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് വെബ്സൈറ്റ്സ് ഉണ്ട്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റ്സ് ഉണ്ട്. ഈ വെബ്സൈറ്റിന് പൊതുവായിട്ടുള്ളത് നമുക്ക് അതിനൊരു ലിങ്ക് ഉണ്ടാവും. നമ്മൾ ആ ലിങ്ക് വെച്ച് പല സോഷ്യൽ മീഡിയയിലും മറ്റെവിടെയൊക്കെ എല്ലായിടത്തും കൊണ്ടുപോയത് നമ്മൾ പേസ്റ്റ് ചെയ്തുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ ഇതിൻ്റെ ഹോം പേജിലേക്ക് വരണം. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് വെബ്സൈറ്റ് എന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. മീനിങ് ഓഫ് വെബ്സൈറ്റ്. മീനിങ് ഓഫ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഈ വെബ്സൈറ്റിന് ഒരു ഡൊമൈൻ നെയിം ഉണ്ടാവും. ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം amazon.com എന്ന് പറയുന്നത് അതിൻ്റെ ഡൊമൈനാണ്. വിക്കിപീഡിയ ORG അല്ലെങ്കിൽ google.com എന്ന് പറയുന്നത് അതിന് പറയുന്നതാണ് ഡൊമൈൻ നെയിം, അഥവാ ആ വെബ്സൈറ്റ് നെയിമിനെയാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. അതൊരു വെബ് സെർവറിൽ ഈ വെബ്സൈറ്റ് ഒരു വെബ് സെർവറിൽ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഹോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ പഠിക്കാനുണ്ട്, കുറച്ച് താഴോട്ട് പോയിരിക്കാൻ നമുക്കതിനെക്കുറിച്ച് ബ്രീഫായിട്ടല്ല, കുറച്ച് നല്ലോണം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്ന്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റിന് നമ്മൾ വെബ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വെബ്സൈറ്റിന് ഒരു സ്ഥലത്ത് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നതാണ്. അതിൽ നമ്മൾ എന്തിനാണോ നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, എന്ത് പർപ്പസിനാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള എല്ലാ ഡാറ്റാസും ആ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിൽ അതിൽ പർച്ചേസ് ഓപ്ഷൻസ് ഉണ്ടാവും, സെയിൽ ഓപ്ഷൻസ് ഉണ്ടാവും, പർച്ചേസ് ഓപ്ഷൻസ് ഉണ്ടാവും, പ്രൊഡക്ട്സ് ഉണ്ടാവും. എന്തിനാണോ, അല്ലെങ്കിൽ നമ്മളൊരു ഇൻഫർമേഷൻ വെബ്സൈറ്റ് ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ സൈറ്റ്സ് ആണെങ്കിൽ എല്ലാ ഡാറ്റാസും അതിലടങ്ങിയിട്ടുള്ള എല്ലാ ഡാറ്റാസും അതിനകത്ത് നമുക്ക് ലഭ്യമായിരിക്കും ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ. ഇത് എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം? കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഗവൺമെൻറ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, പേഴ്സണൽ വെബ്സൈറ്റ്സുകളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ ഇതിൻ്റെ ലിങ്ക് മറ്റ് സൈറ്റിൽ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ വെബ്സൈറ്റിലേക്ക് വിസിറ്റേഴ്സിനെ നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നു. അടുത്ത ഒറിജിനേഷൻ ഓഫ് വെബ്സൈറ്റ് ജസ്റ്റ് വായിച്ചു പോയാൽ മതി. അടുത്ത വെബ്സൈറ്റ് യൂസേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ വരവോടുകൂടിയും അതുപോലെ നമ്മുടെ ഒരുപാട് ഇൻ്റർനെറ്റ് യൂസേജും കൂടിയതോടുകൂടി നമ്മുടെ ബിസിനസ്സിന് ജനങ്ങളിലേക്ക് ആക്സസിബിൾ ആവാൻ വേണ്ടി ഏറ്റവും നല്ലൊരു മാധ്യമം തന്നെയാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് വെബ്സൈറ്റ് യൂസേജ് എന്ന് നമുക്ക് നോക്കാം. ഓൺലൈൻ പ്രസൻസ് 24/7 നമുക്ക് ഏത് ടൈമിൽ നമുക്ക് ഇൻ്റർനെറ്റ് സഹായത്തോടു കൂടി നമ്മളൊരു ബ്രൗസറിൽ പോയി നമുക്ക് അതിൻ്റെ ഡൊമൈൻ നെയിം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിൽ പോകാം. വെബ്സൈറ്റ് എന്ന് പറയുന്നത് 24/7 അവൈലബിൾ ആണ്. അതുപോലെ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച്, നമുക്ക് ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻഫർമേഷൻസും എന്തിനെക്കുറിച്ചാണോ നമ്മൾ സെർച്ച് ചെയ്തിട്ടില്ലേ, നമ്മളൊരു കമ്പനിയെക്കുറിച്ചാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നു. ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള നമ്മൾ നല്ലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടും അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമേഴ്സിന് നമ്മളോടുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കുക. അതിലൂടെ അത് നമ്മളിങ്ങനെ മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് നമ്മളെ ബിസിനസ് കുറച്ചുകൂടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും മറ്റുള്ള കോമ്പറ്റേറ്റേഴ്സിനുമായിട്ട്. മാർക്കറ്റ് എക്സ്പാൻഷൻ, അതുപോലെ കൺസ്യൂമർ ഇൻസൈറ്റ്സ്, നമ്മൾ അനലിറ്റിക് ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പം ട്രെൻഡ് എന്താണ്, നമ്മുടെ ഇൻ്റർനെറ്റിലുള്ള ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ടൂൾസ് വെച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് നമ്മൾ സർവീസസുകളും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റും ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ അഡ്വർടൈസിങ്, നമ്മൾ ഓൺലൈൻ അഡ്വർടൈസിങ് ചെയ്യുന്നതും അതുപോലെ കോമ്പറ്റീറ്റീവ് ഓൺലൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൺലൈനിൽ അധികം പ്രസൻ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ബിസിനസ്സിന് അത് റിസ്ക് ഉണ്ടാവും. കാരണം നമ്മളെ കസ്റ്റമേഴ്സ് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും
നമ്മുടെ ഓൺലൈനിൽ നമ്മൾ പ്രസൻറ്റഡ് ആയിരിക്കണം, നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ കണക്ട് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോമ്പറ്റീറ്റേഴ്സുമായിട്ടുള്ള നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ കാഴ്ചവെക്കാൻ പറ്റും, അവരുമായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അടുത്ത കസ്റ്റമർ സർവീസ് ഓൺലൈന്. നമ്മളെ വെബ്സൈറ്റിൽ നമ്മൾ കസ്റ്റമർ സർവീസസ് നൽകുന്നുണ്ട്. ഇപ്പം നമ്മളൊരു വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് ബോക്സ് ഉണ്ടാവും, അതുമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവരെ വാട്സപ്പിലേക്ക് പോകാനുള്ള ലിങ്കുകൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ കസ്റ്റമേഴ്സിൻ്റെ എൻഗേജ്മെൻറ്റ് വർദ്ധിപ്പിക്കുന്നു. അടുത്ത ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വെബ്സൈറ്റ് അവരുടെ അവിടെ ഷോക്കേസ് ചെയ്യണം, അവരുടെ അച്ചീവ്മെൻറ്റ്സ്, ഫ്യൂച്ചർ ഗോൾസ്, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് അവിടെ വന്നു കഴിഞ്ഞാൽ അവർ അട്രാക്റ്റഡ് ആവും. നമ്മുടെ അച്ചീവ്മെൻറ്റ്സും നമ്മളെ ഫ്യൂച്ചർ ഗോൾസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അതിൽ വരുന്ന വിസിറ്റേഴ്സ് ഓർ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, നമ്മുടെ കമ്പനിയുടെ മേൽ അവർക്ക് എന്ത് ചെയ്യും, അവരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കും. അടുത്ത് HTTP ആൻഡ് HTTPS പ്രോട്ടോക്കോൾ. HTTPയും HTTPSും പ്രോട്ടോക്കോളാണ്. നമുക്കൊരു URL, ഒരു വെബ്സൈറ്റിൻ്റെ URL നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അതിൻ്റെ ഫസ്റ്റിൽ നമുക്ക് HTTP എന്ന് കാണാം. അപ്പം HTTP എന്താണ്, HTTPS എന്താണെന്ന് നമുക്ക് നോക്കാം. HTTP എന്ന് പറയുന്നത് ഒരു പ്രോട്ടോക്കോളാണ്. ഡാറ്റ എക്സ്ചേഞ്ചിങ്ങിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ക്ലയൻറ്റ് സെർവർ പ്രോട്ടോക്കോളാണ് HTTP എന്ന് പറയുന്നത്. HTML ഡോക്യുമെൻറ്റ്സ് ബ്രൗസറിൽ നിന്ന് എടുക്കാൻ ഇത് സഹായിക്കുന്നു. എന്നാൽ HTTPS എന്ന് പറയുന്നത് നമുക്കിത് പൊതുവായിട്ട് കാണാൻ പറ്റില്ല. HTTPS എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ. ഇത് HTTPയെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. എൻക്രിപ്റ്റ് കമ്മ്യൂണിക്കേഷന് അഥവാ നമ്മൾ ബ്രൗസറും സെർവറും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഡാറ്റാസ് അതിന് സെക്യൂരിറ്റി നൽകാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. ഇതിൽ HTTPSലെ ലാസ്റ്റുള്ള S സ്റ്റാൻഡ്സ് ഫോർ സെക്യൂരിറ്റി എന്നാണ്. അപ്പം അതിന് ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ: ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ, എൻക്രിപ്ഷൻ നോ. ഇതിൽ സെക്യൂരിറ്റി HTTPന് സെക്യൂരിറ്റി ഒന്നുമില്ല, പക്ഷെ എന്നാലും HTTPS എന്ന് പറയുന്നത് സെക്യൂർഡാണ്, പ്രൈവസി ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പം ജസ്റ്റ് വായിച്ചു പോയാൽ മതി ഇതൊക്കെ. അടുത്ത ടൈപ്പ് ഓഫ് വെബ്സൈറ്റ്സ്. വെബ് ഹോസ്റ്റിംഗ് നമ്മളൊരു ഇൻഡിവിജ്വലിനും അല്ലെങ്കിൽ ഓർഗനൈസേഷനും അവരുടെ വെബ്സൈറ്റും അല്ലെങ്കിൽ ഒരു വെബ് പേജ് ഓൺലൈനിലായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നു, സെർവറിൽ അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റിനെ സേവ് ചെയ്ത് വെക്കുന്ന സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഒരുപാട് ടൈപ്പ് വെബ്സൈറ്റ്സ് ഉണ്ട്. വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലറിൻ്റെ അവരുടെ ഈ വെബ്സൈറ്റ് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടായിരിക്കും വെബ്സൈറ്റ് അവർ ചൂസ് ചെയ്യാം. ഇപ്പം സെല്ലേഴ്സ് ആർക്കാണോ ആ വെബ്സൈറ്റ് ആവശ്യം, ആവശ്യത്തിനനുസരിച്ചിട്ടായിരിക്കും അവർക്ക് ആവശ്യമുള്ള ടൈപ്പ് വെബ്സൈറ്റ് അവർ ചൂസ് ചെയ്യും. അപ്പം പലതരത്തിലുള്ള വെബ്സൈറ്റ് ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതോറിറ്റി വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോർ ലൈക്ക് ഇതൊരു ഇൻഫർമേഷൻ വെബ്സൈറ്റാണ്. ഇൻഫർമേഷൻ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഒരു ബിസിനസ് ഓൾറെഡി എക്സിസ്റ്റഡ് ആയിരിക്കും. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ വെബ്സൈറ്റാണിത്. ഇതിനകത്ത് ഈ കമ്പനീനെ കുറിച്ചിട്ടും കമ്പനിയുടെ അച്ചീവ്മെൻറ്റ്സ്, കമ്പനിയുടെ ഫ്യൂച്ചർ ഗോൾസ്, കമ്പനിയുടെ പ്രൊഡക്ട്സ്, കമ്പനിയുടെ സർവീസസുകൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ഈ കമ്പനിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ന് ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നു. അപ്പം ഈ വെബ്സൈറ്റ് ഫസ്റ്റ് വരും. ഈ വെബ്സൈറ്റിനകത്ത് എന്തുണ്ടാവും, ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും കമ്പനിയുടെ ഡീറ്റെയിൽസും കമ്പനിയുടെ അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അതുമാത്രമല്ല, കമ്പനിയുടെ പ്രൊഡക്ട്സുകൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടാണ്. ഈ വരുന്ന വിസിറ്റേഴ്സിന്, ഈ കസ്റ്റമറിന് എന്ത് ചെയ്യും, കൂടുതൽ സജഷൻസ് ഈ വെബ്സൈറ്റ് നൽകും. ഈ വെബ്സൈറ്റിൽ ഓൺലൈൻ സെയിൽസൊന്നും നടക്കുന്നില്ല. ഇതൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് അല്ല, ഇതൊരു ഇൻഫർമേഷൻ വെബ്സൈറ്റാണ്. ഇതിനകത്ത്
വിൽക്കലൊന്നും എന്താണ് പർച്ചേസിംഗ് ഒന്നും ഈ വെബ്സൈറ്റിൽ നടക്കില്ല. ഓൺലി ഫോർ ഇൻഫർമേഷൻ വെബ്സൈറ്റ്. ഇതിനകത്ത് കസ്റ്റമേഴ്സ് വന്നിട്ട് അവരവരുടെ ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ചോ ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് അതിൽ നിന്ന് എടുക്കുന്നു. അടുത്ത ലീഡ് ജനറേഷൻ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലീഡ്സിന് വരുന്നവരെ ലീഡാക്കി മാറ്റും. ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്യുന്നവരെ കസ്റ്റമറാക്കി മാറ്റുന്നതിനാണ് ലീഡ്സ് എന്ന് പറയുന്നത്. ആവശ്യക്കാരാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ട്രെൻഡ്സൊക്കെ യൂസ് ചെയ്ത് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അതുപോലെ കീവേഡുകൾ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിപ്പം എന്താണ് ട്രെൻഡ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള കീവേഡ് നമ്മുടെ വെബ്സൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതിനെ സംബന്ധിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പം നമ്മുടെ പേജ് ഫസ്റ്റ് വരും. വെബ്സൈറ്റിൽ ഗൂഗിൾ നമ്മുടെ വെബ്സൈറ്റ് ഫസ്റ്റ് തുറന്നു വരും. അപ്പോൾ അവർ ആ വെബ്സൈറ്റിലേക്ക് കയറുകയും ആ വെബ്സൈറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളും അവരുടെ പ്രൊഡക്റ്റൊക്കെ കണ്ടിട്ട് ഈ വന്നിരിക്കുന്ന വിസിറ്റർ അതിൻ്റെ കസ്റ്റമറായിട്ട് മാറുന്നു. അങ്ങനെ കസ്റ്റമറായിട്ട് വന്നിട്ട് ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് നടക്കില്ല. ഓഫ്ലൈൻ പോയിട്ട് തന്നെ സാധനങ്ങൾ വാങ്ങാം. പക്ഷെ അവർ ലീഡാക്കി മാറ്റുന്നു. ഈ വന്നിരിക്കുന്ന വിസിറ്ററിനെ കസ്റ്റമറാക്കി മാറ്റാൻ ഈ വെബ്സൈറ്റുകൾക്ക് സാധിക്കും. കാരണം അതിനനുസരിച്ചിട്ടുള്ള വെബ്സൈറ്റ് ആയിരിക്കും. അവരെ പ്രേരിപ്പിക്കുകയാണ്, സാധനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള വെബ്സൈറ്റ് ആയിരിക്കും. നല്ല കളർഫുള്ളും അല്ലെങ്കിൽ നല്ല നല്ല പ്രൊഡക്ട്സുകളും നല്ല നല്ല നെരേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ വന്നിരിക്കുന്ന ആളെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കുന്ന രീതിയിലുള്ള വെബ്സൈറ്റ് ആയിരിക്കും. അവിടെ ലൈവ് ചാറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, കസ്റ്റമർ സർവീസസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് ലീഡ് ജനറേഷൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത സെയിൽ വെബ്സൈറ്റ് അഥവാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ പോലുള്ള നമ്മൾ വെബ്സൈറ്റിൽ പോയിട്ട് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഷോപ്പിംഗ് കാർട്ട്സൊക്കെ ഉണ്ടാവും. സാധാരണഗതിയിലുള്ള വെബ്സൈറ്റ്സ്, ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. അടുത്ത യൂട്ടിലിറ്റി വെബ്സൈറ്റ് എന്ന് പറയുന്നത്, ഈ യൂട്ടിലിറ്റി വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പനി തന്നെയാണ് ഈ വെബ്സൈറ്റും കമ്പനി ഒന്ന് തന്നെയാണ്. ലൈക്ക് ഇപ്പോൾ ഫേസ്ബുക്ക്, എയർബിഎൻബി പോലുള്ളത് ഇതിൻ്റെ ഫേസ്ബുക്കിൻ്റെ വെബ്സൈറ്റ് തന്നെയാണ് ഇതിൻ്റെ കമ്പനി തന്നെയാണ് ഫേസ്ബുക്ക് തന്നെയാണ് ഇതിൻ്റെ ഫേസ്ബുക്ക് വെബ്സൈറ്റ് തന്നെയാണ് അതിൻ്റെ കമ്പനി തന്നെയാണ് ഇതിൻ്റെ വെബ്സൈറ്റ്. അതിനകത്ത് ലീഡുകൾ അവർ കൊണ്ടുവരുന്നില്ല, അവിടെ സെയിൽസോ കാര്യങ്ങളൊന്നും നടത്തുന്നില്ല. ഇങ്ങനെയുള്ളതിനാണ് യൂട്ടിലിറ്റി വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഡെവലപ്മെൻറ്റ് ഓഫ് വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സുകളാണ്, എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. സ്റ്റെപ്പ് 1 ഇന്നോവേഷൻ റിക്വയർമെൻറ്റ്സ്. ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് വെബ്സൈറ്റ് ഫോർ ഇൻ്റർനെറ്റിന് വേണ്ടി വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇറ്റ് റേഞ്ചസ് ഫ്രം സിമ്പിൾ സ്റ്റാറ്റിക് പേജസ് ടു കോംപ്ലക്സ് ആപ്ലിക്കേഷൻസ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഡെവലപ്മെൻറ്റ് ഓഫ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഇന്നോവേറ്റീവ് റിക്വയർമെൻറ്റ് ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഇനീഷ്യൽ സ്റ്റേജ് ആണ്. ഇവിടെ നമ്മുടെ കസ്റ്റമർ, ക്ലയൻറ്റ്, ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന, വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ആളാണ് ഡെവലപ്പേഴ്സ്. അവരുടെ അടുത്ത് പോയിട്ട് ക്ലയൻറ്റ്, ഇപ്പോൾ ഒരു കമ്പനി, ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡെവലപ്പറെ അപ്രോച്ച് ചെയ്യുന്നു. ഡെവലപ്പറോട് ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ആവശ്യങ്ങൾ, എങ്ങനെയുള്ള ഏത് രീതിയിലുള്ള ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്നത്, ഏത് രീതിയിലുള്ള വെബ്സൈറ്റാണ് എനിക്ക് ആവശ്യമുള്ളത്, എൻ്റെ ആവശ്യങ്ങളും അതുപോലെ ഐഡിയാസും വിഷൻസും ഞാൻ ആ ക്ലയൻറ്റ് ഡെവലപ്പറോട് പറയുന്നു. ഡെവലപ്പർ അതിനനുസരിച്ചിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള സജഷൻസ് ഈ ക്ലയൻറ്റിന് നൽകുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് അഥവാ ഇന്നോവേറ്റീവ് റിക്വയർമെൻറ്റ്സ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഗ്യാതറിങ്. ഇവിടെ പറയുന്നത് നമ്മുടെ ക്ലയൻറ്റ് ഡെവലപ്പർക്ക് കൊടുത്തിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ള എല്ലാ നീഡ്സും വിഷൻസും ഒക്കെ അവർ മനസ്സിലാക്കി അതിനനുസരിച്ച് ഏത് രീതിയിലുള്ള വെബ്സൈറ്റാണ് അവർ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുന്നു. അവരുടെ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കുന്നു. ഇതൊക്കെയാണ് ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിൽ നടക്കുന്നത്. അടുത്ത പ്ലാനിങ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു വെബ്സൈറ്റ് ഇപ്പം കറൻ്റിലുള്ള ഏറ്റവും നല്ല വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പ്ലാനിങ്ങോട് കൂടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് ആയിരിക്കും. അപ്പം പ്ലാനിങ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പം പ്ലാനിങ്ങിൻ്റെ ടൈമിൽ നടക്കുന്നതാണ് അവിടെ സൈറ്റ് മാപ്പ്. വെബ്സൈറ്റിന് വേണ്ടിയുള്ള സൈറ്റ് മാപ്പ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ വെബ്സൈറ്റിൻ്റെ മെനു, കണ്ടൻറ്റ്, നാവിഗേഷൻ ഇതൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അടുത്തത് വെബ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ
ഡിസൈനേഴ്സ് വന്നിട്ട് വെബ്സൈറ്റിനെ ഡിസൈൻ ചെയ്യും. എന്താണ് അവരെല്ലാം എഫേർട്സ് ഇട്ടുകൊണ്ട് നല്ലൊരു ഡിസൈൻ, നല്ലൊരു വെബ്സൈറ്റിനെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുവരിക, ഏറ്റവും നല്ല ഔട്ട്ലുക്ക് കൊടുക്കുക, ഏറ്റവും നല്ല ഒരു ഗുഡ് ലുക്ക് കൊടുക്കുക, നല്ലൊരു മറ്റുള്ളതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു ലുക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഡിസൈനേഴ്സ് ഇതിനെ ഡിസൈൻ ചെയ്യും. ഇവിടെ നടക്കുന്നതാണ് ലോഗോ ഡിസൈനിങ്, ലോഗോ ക്രിയേഷൻ, ടെംപ്ലേറ്റ്സ്, ലേഔട്ട് ഡിസൈൻസ്, ഇതൊക്കെ ഇവിടെ നടക്കും. അപ്പം ഇവിടെ പ്രധാനമായിട്ടും ഡിസൈനേഴ്സ് എന്താണ് ക്ലയൻസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ നീഡ്സ്, അവരുടെ എക്സ്പെക്റ്റേഷൻസിന് അനുസരിച്ചിട്ടുള്ള രീതിയിൽ ഇത് ഡിസൈൻ ചെയ്യുന്നു. അടുത്ത വെബ് ഡെവലപ്മെൻറ്റ്, 5th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വെബ് ഡെവലപ്മെൻ്റ് ആണ്. ഇവിടെ ഇതിനെ പറയും ഡെവലപ്മെൻറ്റ് ഫേസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റിംഗ് ഫേസ് എന്ന് പറയും. ഇവിടെ ആക്ച്വൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു? ക്രിയേറ്റിംഗ് ഡാറ്റാബേസ്, കോഡിങ് ചെയ്തിട്ടുണ്ടാവും, ആൻഡ് ഇൻറ്റഗ്രേഷൻ ഓഫ് പ്രീവിയസ്ലി ഗാതേർഡ് ഇൻഫർമേഷൻ. ഇതൊക്കെയാണ് വെബ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ നടക്കുന്നത്. അടുത്ത ടെസ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസ്കവറി ഫേസ് എന്ന് പറയും. ഇറ്റ് ഡൺ ബൈ ക്വാളിറ്റി അഷുറൻസ്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വെബ്സൈറ്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണിത്. എന്താണ് അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ഡിസൈന്, കണ്ടൻറ്റ്, കാര്യങ്ങളൊക്കെ ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ അല്ല ഐഡൻറ്റിഫൈ ചെയ്യും. അതൊക്കെ ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തുന്നു. അടുത്ത മെയിൻ്റനൻസ് സ്റ്റെപ്പ്, 7th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ടെസ്റ്റിങ്ങും കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും കണ്ടൻറ്റിലോ ഡിസൈനിലോ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ വരുത്തുന്ന മെയിൻ്റനൻസ് സ്റ്റെപ്പിലാണ്. ഇവിടെ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് ടൈം, കുറച്ച് നേരത്തേക്കുള്ള മെയിൻ്റനൻസ് വർക്ക് മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ ഇനി അതിൽ കൂടുതൽ മെയിൻ്റനൻസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അഡീഷണൽ ചാർജസ് ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യും, ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. അപ്പം ഇത്രയും സ്റ്റെപ്പുകളാണ് ഒരു വെബ് ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ളത്. വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിന്. അടുത്തത് ഇൻഗ്രീഡിയൻസ് റിക്വയർഡ് ഫോർ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്. ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ക്ലീൻ നാവിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ടുള്ള മൂവ്മെൻറ്റ്. നമുക്ക് പേജുകളിൽ നിന്ന് നമ്മളൊരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു പേജിൽ നിന്ന് ഒരു പേജിലേക്ക് ഇങ്ങനെ മാറി പോകാൻ പെട്ടെന്ന് തന്നെ ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് മൂവ്മെൻറ്റ്, സ്മൂത്തായിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കണം. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. ഇപ്പം ക്ലിയർ മെനു, അതുപോലെ ലോജിക്കൽ സ്ട്രക്ചർ ആയിരിക്കണം, അതുപോലെ പോസിറ്റീവ് യൂസർ ജേണി ആയിരിക്കണം. നമുക്ക് കീസൊക്കെ പെട്ടെന്ന് കിട്ടണം. നമുക്കിപ്പം എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള കീസൊക്കെ അവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ബ്യൂട്ടിഫുൾ ടൈപ്പോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ലൊരു വിഷ്വൽ അപ്പീൽ നമ്മളെ വെബ്സൈറ്റിന് ഉണ്ടായിരിക്കണം. ലൈക്ക് അതിൻ്റെ ഫോൺ സൈസ് ആയാലും കളറായാലും തീം ആയാലും ഒക്കെ നല്ല രീതിയിലുള്ള പ്രസൻറ്റഡ് ആയിരിക്കണം, നല്ല പ്രസൻറ്റേഷൻ ആയിരിക്കണം നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു യൂസർ, ഒരു വിസിറ്റർ നമ്മളെ വെബ്സൈറ്റിൽ കടന്നു കഴിഞ്ഞാൽ അയാൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു അനുഭവം നൽകുന്ന രീതിയിലുള്ളൊരു വിഷ്വൽ പ്രസൻറ്റേഷൻ ആയിരിക്കണം, വിഷ്വൽ അപ്പീൽ ആയിരിക്കണം. ഫോണ്ടായാലും അതിൻ്റെ കളറായാലും ഒക്കെ നല്ല രീതിയിൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റുകൾക്കിടയിൽ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സ്പേസസ് കൊടുക്കണം. അങ്ങനെ കൂട്ടി എഴുതാനും ആക്കാനും പാടില്ല, ആവശ്യമായ സ്പേസുകൾ കൊടുക്കണം. അപ്പം മാത്രമേ നമുക്ക് കണ്ടൻറ്റ് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. ലോജിക്കൽ ലേഔട്ട്. അടുത്ത് ഡിസൈൻ വിത്ത് പർപ്പസ്. നമ്മൾ എന്തെങ്കിലും അവിടെ എലമെൻസുകൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ഡിസൈൻ മിനിമലിസ്റ്റ് ആയിരിക്കണം. നമ്മൾ കൊടുത്തിരിക്കുന്ന ഈച്ച് എലമെൻറ്റ്, ഓരോ എലമെൻറ്റ്സ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റിന്, അതിനൊക്കെ അതിൻ്റെതായൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മളിപ്പം എഡ്യൂക്കേഷൻ വെബ്സൈറ്റ് ആണെങ്കിൽ അതിനകത്ത് നമ്മൾ അഡ്മിഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, കോഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, റിസോഴ്സസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അടുത്ത സ്പീഡ്. നമ്മുടെ വെബ്സൈറ്റ് നല്ല സ്പീഡിലായിരിക്കണം, പെട്ടെന്ന് തന്നെ അത് ഓപ്പണായിട്ട് ലോഡായിട്ട് വരണം. കുറേ ടൈമൊക്കെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരത് പിന്നെ അധികം അതിനുവേണ്ടി സമയം കളയില്ല, നമ്മളത് ഒഴിവാക്കി പോകും. നമ്മുടെ വെബ്സൈറ്റ് പെട്ടെന്ന് തന്നെ ലോഡാവണം. അതിൽ കൊടുത്തിരിക്കുന്ന ഇമേജസ് ആയാലും വീഡിയോ ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ലോഡായി കിട്ടുന്ന രീതിയിലുള്ളതായിരിക്കണം, സ്പീഡ് ഉണ്ടായിരിക്കണം. അടുത്ത ഡീറ്റെയിൽ. എന്താണ് വെബ്സൈറ്റ് അതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കമ്പനീനെ കുറിച്ചിട്ടും അതിൻ്റെ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ പ്രൊഡക്റ്റ് ആയാലും സർവീസസ് ആയാലും എല്ലാ കാര്യം, കണ്ടൻ്റ് ആയാലും എല്ലാം വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം.
അടുത്ത മൾട്ടിപ്പിൾ ഫീഡ്ബാക്ക് ചാനൽ. ഇവിടെ കസ്റ്റമർ അവിടെ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മളുമായിട്ട് എൻഗേജ്ഡ് ആവാൻ വേണ്ടി അവിടെ ലൈവ് ചാറ്റ് ബോക്സ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ കൊടുക്കണം, ഫോൺ നമ്പേഴ്സ് കൊടുക്കണം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലിങ്ക്സ് കൊടുക്കണം. അങ്ങനെ നമ്മുടെ കസ്റ്റമറിൻ്റെ എൻഗേജ്മെൻറ്റ് മെച്ചപ്പെടുത്തുകയാണ്. ഇതിലൂടെ എന്ത് ചെയ്യണു, നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് കസ്റ്റമർക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റി അവിടെ കൊടുക്കുകയാണ്. അപ്പം ഇത്രയും സ്റ്റെപ്സുകളാണ് ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ളത്. അടുത്തത് വെബ് ഹോസ്റ്റിംഗ്. ഒരുപാട് തവണ പറഞ്ഞു. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് സേവ് ചെയ്യണം. അതിനാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മളത് വെബ് ഹോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് ഇൻ്റർനെറ്റിൽ ആക്സസിബിൾ ആവുള്ളൂ. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൻ്റെ പേര് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മളത് വെബ് ഹോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കണം. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് അതിന് വെബ്സൈറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളും സർവീസസുകളും ആ വെബ്സൈറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സും സർവീസസുകളും നൽകുന്നു. യൂസേഴ്സ് അതിൻ്റെ ഡൊമൈൻ സെർച്ച് ചെയ്യുന്ന സമയത്ത്, ബ്രൗസർ സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് ഈ സെർവറിൽ കണക്ട് ചെയ്യും. അപ്പം ഈ ഹോസ്റ്റിംഗ് സെർവറിൽ കണക്ട് ചെയ്യും. വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഫയൽസുകൾ നൽകുകയും ചെയ്യുന്നു, ആക്സസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് ടൈപ്പ് ഓഫ് വെബ്സൈറ്റ്സ് നമുക്ക് നോക്കാം. ഷെയർഡ് ഹോസ്റ്റിംഗ്. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ ഫോർ ഡിസൈനേഴ്സിന് വേണ്ടി ഉള്ള വെബ് ഹോസ്റ്റിംഗ് ആണ്. ഇതിൽ മൾട്ടിപ്പിൾ വെബ്സൈറ്റ് ഷെയർ സെയിം സെർവർ റിസോഴ്സസ്. മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സ് ഒരേ സെർവറിൻ്റെ റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ടാകാം. ഒരേ സെർവറിൽ തന്നെ മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സ് ഉണ്ടാവാം. ഹൈ ട്രാഫിക് ആൻഡ് എഫക്റ്റ് പെർഫോമൻസ്. ഒരുപാട് ഹൈ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മൾ വെബ്സൈറ്റിൽ എൻഗേജ്ഡ് ആവുന്നതിന്, വെബ്സൈറ്റിൽ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നതിനാണ് ട്രാഫിക് എന്ന് പറയുന്നത്. അപ്പം ഹൈ ട്രാഫിക്കൊക്കെ ഇതിനെ എഫക്റ്റ് ചെയ്യും. അടുത്തത് വിർച്വൽ പ്രൈവറ്റ് സെർവർ അല്ലെങ്കിൽ VPS ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊരു മിഡിൽ ഗ്രൗണ്ടായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇതിന് ഷെയർഡ് സെർവറും അതുപോലെ ഡെഡിക്കേറ്റഡ് സെർവറിൻ്റെ ഒരു മിഡിൽ ഗ്രൗണ്ടായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് VPS എന്ന് പറയുന്നത്. ഈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റ് ഓണർക്ക്, ഈ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഓണർക്ക് അതിൻ്റെ മേൽ കുറച്ച് കൺട്രോൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ വെബ്സൈറ്റ് ഹോസ്റ്റഡ് വിത്തിൻ ഇറ്റ്സ് ഓൺ സ്പേസ് ഓൺ ദ സെർവറിൽ അതിൻ്റെ സ്വന്തമായ സ്പേസിൽ അത് ഹോസ്റ്റ് ചെയ്യാണ്. അടുത്ത ഡെഡിക്കേറ്റഡ് സെർവർ ഹോസ്റ്റിംഗ്. ഡെഡിക്കേറ്റഡ് സെർവർ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും വെബ്സൈറ്റ് ഓണർക്ക് കൂടുതൽ കൺട്രോൾ നൽകുകയാണ്. ഈ സെർവറിൽ ഹോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് വെബ്സൈറ്റിൻ്റെ മുകളിൽ അതിൻ്റെ ഓണർക്ക് കുറച്ച് കൂടുതൽ കൺട്രോൾ ഉണ്ടാവും. ഇറ്റ്സ് എക്സ്പെൻസീവ് വിത്ത് ഹൈ ലെവൽ ഓഫ് ട്രാഫിക്. ഇത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്, ഹൈ ലെവൽ ഓഫ് ട്രാഫിക് ഉണ്ടാവും. ഇതിന് ഹൈ ലെവൽ ഓഫ് ടെക്നിക്കൽ എക്സ്പെർട്ടൈസിന് ആവശ്യമാണ്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇതിന് ആവശ്യമാണ്. ഫോർ ഇൻസ്റ്റാളേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ സെർവറിൻ്റെ ഇൻസ്റ്റാളേഷൻ അതുപോലെ മാനേജ്മെൻറ്റിന് ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ആവശ്യമാണ്. അടുത്തത് ക്ലൗഡ് ഹോസ്റ്റിംഗ്. ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ യൂസിങ് മെനി റിസോഴ്സസ് ഓഫ് ദ ഹോസ്റ്റിങ്ങിൻ്റെ പലതരത്തിലുള്ള റിസോഴ്സസ് യൂസ് ചെയ്യാണ്, സ്കെയിലബിൾ ആണ്. വെബ്സൈറ്റ് ഓണർക്ക് അത് എത്രത്തോളമാണ് അവർ യൂസ് ചെയ്ത റിസോഴ്സ് അതിനനുസരിച്ച് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അടുത്ത മാനേജ്മെൻറ്റ് ഹോസ്റ്റിംഗ്. മാനേജ്മെൻറ്റ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് ഓണർ ഓൺസ് ദ സെർവർ തന്നെ വെബ്സൈറ്റ് ഓണർ ഓൺ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എല്ലാ കൺട്രോളും അതിൻ്റെ മുകളിൽ മുഴുവനായിട്ടുള്ള കൺട്രോൾ ലഭിക്കുന്നില്ല. ബട്ട് ദേ ക്യാൻ മാനേജ് ദ ഡാറ്റ. അവരുടെ ഡാറ്റ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അടുത്തത് കോ ലൊക്കേഷൻ വെബ് ഹോസ്റ്റിംഗ് സർവീസ്. കോ ലൊക്കേഷൻ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് സിമിലർ ടു ഡെഡിക്കേറ്റഡ് സെർവറിന് സിമിലർ ആണ്. പക്ഷേ ക്ലയൻറ്റ് ഓൺ ദ സെർവർ ബട്ട് റെൻറ്റ് ഫിസിക്കൽ സ്പേസ്. ക്ലയൻറ്റ് ആ സെർവറിൻ്റെ സ്വന്തമാക്കുന്നുണ്ട്, പക്ഷേ
ഫിസിക്കൽ സ്പേസിന് റെൻ്റ് ചെയ്യാണ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫ്രം ഹോസ്റ്റിംഗ് പ്രൊവൈഡർ. ഹോസ്റ്റിംഗ് പ്രൊവൈഡറിൽ നിന്ന് റെൻ്റ് ചെയ്യാണ്. ആ ഫിസിക്കൽ സ്പേസസിന് വേണ്ടി ഹോസ്റ്റിംഗ് പ്രൊവൈഡറിൽ നിന്ന് പ്രൊവൈഡർക്ക് റെൻ്റ് ചെയ്യാണ്. ദിസ് ഓപ്ഷൻസ് റിക്വയർഡ് ഫോർ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഫോർ സെർവർ മാനേജ്മെൻറ്റ്. ഇതിന് ഈ ഒരു ടൈപ്പ് ഹോസ്റ്റിങ്ങിന് നമ്മൾക്ക് ടെക്നിക്കൽ എക്സ്പെർട്ടൈസിൻ്റെ ആവശ്യമുണ്ട് ഫോർ സെർവർ മാനേജ്മെൻറ്റിന്. അടുത്തത് ക്ലസ്റ്റേഡ് ഹോസ്റ്റിംഗ്. ക്ലസ്റ്റേഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സെർവർ ഹോസ്റ്റ് സെയിം കണ്ടൻറ്റും, പലതരത്തിലുള്ള സെർവർ ഒറ്റ കണ്ടൻറ്റ് തന്നെ ഹോസ്റ്റ് ചെയ്യാണ്. എൻഹാൻസ് ദ റിസോഴ്സ് യൂട്ടിലൈസേഷൻ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, അതുപോലെ അതിൻ്റെ അവൈലബിലിറ്റിയും. ഇറ്റ് യൂസ്ഡ് ഫോർ ഹൈ ട്രാഫിക് സൈറ്റ്സ്. ഹൈ ട്രാഫിക്കുള്ള സൈറ്റ്സിന് വേണ്ടിയാണ് ഈ വെബ് ഹോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഗ്രിഡ് ഹോസ്റ്റിംഗ്. ഗ്രിഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റേഡ് ഹോസ്റ്റിംഗ് സിമിലർ ആണ്. ഇറ്റ് യൂസസ് ഫോർ ഇൻ്റർ കണക്റ്റഡ് സെർവർ. തമ്മിൽ കണക്ട് ചെയ്തിട്ട് സെർവേഴ്സിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ടു പ്രൊവൈഡ് സ്കെയിലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി മിനിമൈസ് ദ റിസ്ക് ഓഫ് ഡൗൺ ടൈം ഡ്യൂറിങ് ട്രാഫിക് സ്പൈക്സ്. നമ്മൾ ഒരുപാട് ട്രാഫിക് സ്പൈക്സ് ഉണ്ടാവും, ഡൗൺ ടൈം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ ടൈപ്പ് ഗ്രിഡ് ഹോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്, സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞ വെബ് ഹോസ്റ്റിംഗ് ഓൾട്ടർനേറ്റീവ്. ഡ്യൂ ടു ഫാക്ടേഴ്സ് ലൈക്ക് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ദ ടെക്നോളജി ട്രഡീഷണൽ വെബ് ഹോസ്റ്റിംഗ് മേ നോട്ട് ഓൾവേസ് ബി ഫീസിബിൾ. ഓൾട്ടർനേറ്റീവ് ഇൻക്ലൂഡ്സ് ഇതൊക്കെ ജസ്റ്റ് വായിച്ച് പോയാൽ മതി. ഇവിടെ ആപ്ലിക്കേഷൻ ബേസ്ഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൻ്റെ വരവോടുകൂടി നമ്മുടെ ട്രഡീഷണൽ വെബ്സൈറ്റ്സിൽ നിന്നും ഒരുപാട് ബിസിനസ്സുകാർ എന്താണ് ചെയ്യുന്നത്, ആപ്പ് ബേസ്ഡ് പ്ലാറ്റ്ഫോമിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യാണ്. ഇപ്പം മൊബൈൽ നമ്മൾ ആപ്പൊക്കെ വരുന്നതിനാണ് നമ്മൾ മൊബൈൽ വെബ്സൈറ്റിനേക്കാൾ കൂടുതൽ ആപ്പ് സൊല്യൂഷൻസിന് ആപ്പ് ബേസ്ഡ് ബിസിനസ്സിലാണ് കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കുന്നത്. കോലൊക്കേഷൻ സർവീസസ് ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോയത്. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്.